പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടുകൊമ്പൻ വീണ്ടും എത്തി. കുണ്ടായി ഇരുമ്പ് പാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാനയെത്തി ഭീതി പരത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് 11 ജില്ലകളിൽ ചൂട് കൂടും. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. 1857 മാർച്ച് 8-ന് ന്യൂയോർക്കിലെ സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ ഇന്ന് വനിതാ ദിനം ആഘോഷിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടുകൊമ്പൻ വീണ്ടും എത്തി. കുണ്ടായി ഇരുമ്പ് പാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാനയെത്തി ഭീതി പരത്തിയത്. പാടികൾക്ക് സമീപത്തിറങ്ങിയ ആന തൊഴിലാളികളുടെ വാഴകൃഷി വ്യാപകമായി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട കൊമ്പൻ പാടികളിൽ എത്തിയത്. ഇന്ന് പുലർച്ചെയാണ് ആനക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട കൊമ്പൻ പാടികളിൽ എത്തിയത്. വാഴകൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. ആളുകൾ പാട്ടക്കുട്ടിയും ഒച്ചവെച്ചും ആനയെ അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 2 മണിക്കൂറിലേറെ കഴിഞ്ഞാണ് ആന തോട്ടത്തിലേക്ക് കയറിയത്. കഴിഞ്ഞ ദിവസം ചൊക്കനയിലും ഈ കൊമ്പനെത്തി വാഴകൃഷി നശിപ്പിച്ചിരുന്നു. കുണ്ടായി, ചൊക്കന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ആനക്കൂട്ടം തമ്പടിക്കുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നുണ്ട്. മീഡിയ ടൈം, പുതുക്കാട്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. 1857 മാർച്ച് 8-ന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കം കുറിച്ചത്. സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ ഇന്ന് വനിതാ ദിനം ആഘോഷിച്ചു. സ്ത്രീകളുടെ നേട്ടങ്ങൾ, ലിംഗസമത്വത്തിനായുള്ള നിരന്തരമായ പോരാട്ടം എന്നിവ ആഘോഷിക്കുന്ന ഒരു ആഗോള പരിപാടിയാണിത്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, നാട്ടിക ബ്ലോക്കുകളുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷവും സെമിനാറും നടന്നു. മതിലകം ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടികൾ KSSPA വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് AS നദീറ ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം ബ്ലോക്ക് സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ, മതിലകം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വനിതാ ഫോറം കയ്പമംഗലം പ്രസിഡന്റ് KH ലൈല, വനിതാ ഫോറം കൊടുങ്ങല്ലൂർ പ്രസിഡന്റ് MS റാണി, എടവിലങ്ങ് പഞ്ചായത്ത് മെമ്പർ ജോസ്മി ടൈറ്റസ് എന്നിവർ സംസാരിച്ചു. സ്ത്രീകളുടെ സാമൂഹിക പദവി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് KM ബഷീർ പഠന ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന വിനോദ പരിപാടികളിൽ വനിതാ പ്രതിനിധികൾ സജീവമായി പങ്കെടുത്തു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് സുരേന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് CG ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് പ്രധാന അധ്യാപികയും ചലച്ചിത്ര നടിയുമായ ജാസ്മിൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി NAM അഷ്റഫ്, വനിതാവേദി കൺവീനർ CC വത്സല, മുതിർന്ന പെൻഷനറും എഴുത്തുകാരിയും നർത്തകിയുമായ ഉഷാദേവി, കൊച്ചമ്മു, സിന്ധ, രാധ, സിന്ധ, ശാരദ, സുശീല, പ്രീതി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രമുഖ വനിതകളെ ആദരിക്കുകയും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവ്വദേശീയ മഹിളാ ദിനം ആഘോഷിച്ചു. ആഘോഷത്തിനോടനുബന്ധിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മാള ടൗൺ ചുറ്റി മാളിയേക്കൽ ഗാർഡനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു. സിന്ധു ജയൻ, KR സീത, വത്സല ബാബു, മഞ്ജുള അരുണൻ, സന്ധ്യ നൈസൻ, ഷീജ പ്രശാന്ത്, ഗീതാ ഭരതൻ, TR മീര തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് IQACയുടെ നേതൃത്വത്തിൽ കോളേജിലെ വിവിധ ക്ലബ്ബുകളുടെയും സെല്ലുകളുടെയും സഹകരണത്തോടെ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മാർച്ച് 3 മുതൽ 12 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ വിവിധ ശില്പശാലകൾ, ആർച്ച എന്ന പേരിൽ സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം, എക്സിബിഷനുകൾ, കാർഷിക വിളവെടുപ്പ്, രക്തദാനം, വിപണനമേളകൾ എന്നിവ സംഘടിപ്പിച്ചു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച തൃശൂർ ജില്ലയിലെ പ്രഗത്ഭ വനിതകളെ വിമൺ ഡെവലപ്മെന്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഡോക്ടർ ജീൻ ജോയ്, ഡോക്ടർ അഖില KS, RJ അച്ചു, ശ്രുതി KS, സുമൂസ് കറിയ എന്നിവർ ആദരവിന് അർഹരായി.
സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചിങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ.എൽ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ. കരുണ എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികാസ് ആൽബർട്ടൈൻ ആനിമേഷൻ സെന്ററിൽ സംരംഭം ചെയ്യുന്ന സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെയും ഫെഡറൽ ബാങ്കിന്റെയും സഹായത്തോടെ കുറഞ്ഞ പലിശ നിരക്കിൽ 3.5 കോടി രൂപയുടെ വായ്പാ വിതരണവും ലോക വനിതാ ദിനാചരണവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മിലൻ ഫ്രാൻസ് നിർവഹിച്ചു. കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രശസ്ത പിന്നണി ഗായകനും വൈദികനുമായ ഫാദർ ബിബിൻ ജോർജ് മുഖ്യാതിഥിയായി. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ തൃശൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജിതിൻ പി. 1.5 കോടി രൂപയുടെ വായ്പാ വിതരണവും കൊടുങ്ങല്ലൂർ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ വഹീദ ബീഗം 2 കോടി രൂപയുടെ വായ്പാ വിതരണോദ്ഘാടനവും നടത്തി. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ.സി. പോൾ, വാർഡ് കൗൺസിലർ വി.എം. ജോണി, LIC ഓഫ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് മാനേജർ ഹരിപ്രസാദ്, RBI ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ റാണി നിക്സൺ എന്നിവർ സംസാരിച്ചു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കാണത്തിൽ നേതൃത്വം നൽകി. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. SHG അംഗങ്ങളുടെ കലാപരിപാടികളും വിവിധ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. സംസ്ഥാനത്ത് ഇന്ന് 11 ജില്ലകളിൽ ചൂട് കൂടും. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയാകും. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയും ഉയരും. 2 മുതൽ 3 ഡിഗ്രി വരെയാണ് സാധാരണയേക്കാൾ താപനില കൂടുന്നത്. ഇവിടങ്ങളിൽ സൂര്യാഘാത സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. CPI കുഴൂർ ലോക്കൽ സമ്മേളനം നടന്നു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവെ കണ്ട ഒരു പ്രത്യേകത, രാഷ്ട്രീയ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചകളിൽ നമ്മുടെ സഖാക്കൾ വേണ്ടത്ര വിധത്തിൽ ഇടപെടുന്നില്ല. ഏതാണ്ട് ഒരു കയ്യടിച്ച് അംഗീകരിക്കുന്നത് പോലെ പോകുകയാണ്. സൂര്യന് കീഴിലുള്ള ഏത് കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നവരാണ്, നിലപാടുകളുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് പൊതുസമൂഹം നമ്മളെ കുറിച്ച് പറയുന്നത്. നമ്മളതിൽ അഭിമാനം കൊള്ളാറുണ്ട്. ആദ്യകാലത്ത് വിദ്യാഭ്യാസം കുറഞ്ഞ കാലഘട്ടത്തിൽ ബീഡി തൊഴിലാളികളൊക്കെ മറ്റു തൊഴിലാളികൾക്ക് അറിവ് പങ്കുവെച്ചു കൊടുത്തിരുന്നത് ഒരാൾ പത്രം വായിക്കുകയും മറ്റൊരാൾ ജോലി ചെയ്തുകൊണ്ട് അത് കേൾക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി വിദ്യാഭ്യാസം ഉള്ളവനാകട്ടെ ഇല്ലാത്തവരാകട്ടെ ലോകത്തിൽ എന്ത് നടക്കുന്നു, നമ്മുടെ ചുറ്റുവട്ടത്ത് എന്ത് നടക്കുന്നു, അതറിയാൻ ആഗ്രഹമുണ്ട്. അതിലെ ശരി തെറ്റുകൾ പരിശോധിക്കാനും താല്പര്യമുണ്ട്. നിലപാടുകൾ എടുക്കാനും താല്പര്യമുണ്ട്. അതാണ് നിലപാടുകൾ ഉള്ളവരെയാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ചിലർ പറയാറുണ്ട് നിഷ്പക്ഷൻ എന്ന് പറയും. നിഷ്പക്ഷൻ എന്നൊരു പക്ഷമില്ല എന്നുള്ളതാണ് മാർക്സിസം പറയുന്നത്. PF ജോൺസൺ പതാക ഉയർത്തി. ലോക്കൽ സെക്രട്ടറി PK അലി, PF ജോൺസൺ, രമ്യ ശ്രീജേഷ്, സുരേന്ദ്രൻ, പ്രദീപ്, കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ, MLA VR സുനിൽകുമാർ, CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, ലളിത ചന്ദ്രശേഖരൻ, AA ഹക്കീം എന്നിവർ സംസാരിച്ചു. മാള അഷ്ടമിച്ചിറയിൽ മധ്യവയസ്ക പൊള്ളലേറ്റ് മരിച്ചു. അയലൂർ വീട്ടിൽ പവിത്രന്റെ ഭാര്യ 56 വയസ്സുള്ള രജനിയാണ് മരിച്ചത്. വീടിനകത്തെ ശുചിമുറിയിലാണ് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. വെള്ളിയാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. ഭർത്താവ് പവിത്രൻ ബാങ്കിൽ പോയി തിരിച്ചെത്തിയപ്പോൾ അടഞ്ഞുകിടന്നിരുന്ന വീടിനകത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് അയൽക്കാരെ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് രജനിയെ തീപ്പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടത്. അസുഖം മൂലമുണ്ടായ മനോവിഷമത്തിലാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. അറുപത് വർഷത്തിലേറെ വാദ്യകലാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നൂറുകണക്കിന് ശിഷ്യസമ്പത്തിനുടമയായ
ഇല്ലത്തുപറമ്പിൽ രാമകൃഷ്ണനെ അനുസ്മരിച്ചു. SN പുരം ബ്രദേഴ്സ് ബാല്യകാല കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എടവിലങ്ങ് കാരയിൽ നടന്ന അനുസ്മരണ യോഗം കേരള സംഗീത നാടക അക്കാദമി ജനറൽ കൗൺസിൽ അംഗം സജു ചന്ദ്രൻ പുല്ലൂർ ഉദ്ഘാടനം ചെയ്തു. TS ജയചന്ദ്രൻ, MK തിലകൻ, ദേവദാസ് മാരുതിപുരം, ദയാനന്ദൻ മണ്ണാത്തറ, NC സുധാകരൻ, MR കൈലാസൻ, ഗോപാലകൃഷ്ണൻ തിരുവില്ലാമല, ഉണ്ണികൃഷ്ണൻ മുണ്ടാപ്പുള്ളി, NC ബിജു, NC മൽഘോഷ് തുടങ്ങിയവർ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ഫോർട്ട് കൊച്ചി സന്ദർശിച്ചതിന്റെ 100ാം വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഗാന്ധി സ്മരണകളിരമ്പിയ പദയാത്ര എറണാകുളം ജില്ലാ കലക്ടർ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അധ്യക്ഷൻ ഇന്നത്തെ ഈ പരിപാടിയുടെ ഓർഗനൈസേഴ്സ്, ഡിയർ ഫ്രണ്ട്സ്, സിസ്റ്റേഴ്സ്, വളരെ വളരെ സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഇത്. മഹാത്മാഗാന്ധിജിയുടെ 100th ആനിവേഴ്സറി ഓഫ് വിസിറ്റ് ടു ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ എത്ര ഒരു സ്പെഷ്യൽ മൊമെൻ്റാണ്. ലോകത്തിന് തന്നെ ഒരു ഗ്ലോബൽ സിറ്റിസനായ നമ്മുടെ ഫാദർ ഓഫ് ദ നേഷനായ മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ട് 100 years എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ മഹാത്മാഗാന്ധിയുടെ ആവശ്യം എല്ലാ ഫീൽഡ്സിലും ഇപ്പോഴും നമുക്കുണ്ട്. മഹാത്മാഗാന്ധിയുടെ നിങ്ങളെല്ലാവരും ഇവിടെയുള്ള എക്സ്പേർട്സ്, യുവതലമുറ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഗാന്ധിജിയുടെ കൃതികൾ പഠിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. യോഗത്തിൽ മുഖ്യ സംഘാടകനും മുൻ മേയറുമായ KJ സോഹൻ, KJ ആന്റണി, ശ്യാമള പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധിജിയുടെ രൂപസാദൃശ്യമുള്ള അമേരിക്കയിലെ കാർഡിയോളജിസ്റ്റായ GSB രാമനാഥൻ പദയാത്ര നയിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ അലയടിച്ചത് ഗാന്ധി സ്മരണകളായിരുന്നു. ബോട്ട് ജെട്ടിയിൽ നിന്നും കടപ്പുറത്തേക്ക് നീങ്ങിയ പദയാത്ര ജയിൽ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ സമാപിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരം, ചിത്ര പ്രദർശനം, ചിത്രകലാ ക്യാമ്പ്, സർവമത പ്രാർത്ഥന, ഗാന്ധി അനുസ്മരണം, ദീപം തെളിയിക്കൽ എന്നിവയും നടന്നു. ഭാരതീയ ജനതാ പാർട്ടി എടവിലങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാര സെന്ററിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസ് തലശ്ശേരി അധ്യക്ഷനായി. ആശാ വർക്കർമാരായ ബിന്ദു മഹേഷ്, ഷൈബി ദിനകരൻ എന്നിവരെ വേദിയിൽ ആദരിച്ചു. ശ്രീജിത്ത് പെരിങ്ങാട്ട്, PS അനിൽകുമാർ, സുബീഷ് ചെത്തിപ്പാടത്ത്, ഷെൽവൻ മണക്കാട്ടുപടി, സോമൻ എടമുട്ടത്ത്, നീതു മനേഷ്, രാജേഷ് വെങ്കിടി, സനിൽ പ്രയാഗ, സച്ചിൻ ദേവ്, പ്രശാന്തി കീർത്തി നഗർ തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകി ശ്രീനാരായണപുരത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിൽ 47,78,73,403 രൂപ വരവും 45,77,26,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകുന്നതിന് സംസ്ഥാന സർക്കാർ വിഹിതം ഉൾപ്പെടെ 3 കോടി രൂപയും, ലൈഫ് ഭവന പദ്ധതിക്ക് 3.5 കോടി രൂപയും, ഉൽപാദന മേഖലയ്ക്ക് 2 കോടി 30 ലക്ഷം രൂപയും, ആരോഗ്യ മേഖലയ്ക്ക് 1 കോടി 26 ലക്ഷം രൂപയും, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 63 ലക്ഷം രൂപയും, ദാരിദ്ര്യ ലഘൂകരണത്തിന് 6 കോടി രൂപയും, വിവിധ ക്ഷേമ പെൻഷന് 11 കോടി രൂപയും വകയിരുത്തിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. പുതിയ സാമ്പത്തിക വർഷത്തിൽ സ്മാർട്ട് AC കിച്ചൺ, പഞ്ചായത്ത് കെട്ടിടം, സബ് സെന്റർ, അംഗനവാടി കെട്ടിടങ്ങൾ, റഫറൻസ് ലൈബ്രറി, ഹാപ്പിനെസ് പാർക്കുകളുടെ വിപുലീകരണം, പോഴങ്കാവ് കുളത്തിന്റെ വിപുലീകരണത്തിനുള്ള സ്ഥലമെടുപ്പ് തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഫണ്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ ശില്പി ജംഗ്ഷന് സമീപത്തുള്ള ഹോട്ടലിന്റെ മുൻവശത്ത് വെച്ച് എറിയാട് കാട്ടാക്കുളം സ്വദേശിയായ ചെമ്പോഴിപ്പറമ്പിൽ വീട്ടിൽ പൃഥ്വിരാജ് എന്നയാളെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് എറിയാട് ചേരമാൻ സ്വദേശിയായ കല്ലുങ്ങൽ വീട്ടിൽ ഷിനാസ്, അഴിക്കോട് മുനക്കൽ ബീച്ച് സ്വദേശിയായ മുനക്കൽ വീട്ടിൽ മുച്ചു എന്ന് വിളിക്കുന്ന മുഹ്സിൻ എന്നിവരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാർ ഹോട്ടലിൽ വെച്ച് പൃഥ്വിരാജിന്റെ സുഹൃത്തായ മിഥുൻ എന്നയാളുമായി മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിന്റെ വൈരാഗ്യത്താൽ സമീപത്തുള്ള ഹോട്ടലിന്റെ മുൻവശത്ത് വെച്ച് വ്യാഴാഴ്ച വൈകിട്ട് 2 പേരും ചേർന്ന് പൃഥ്വിരാജിനെ ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കടൽ മണൽ ഖനനത്തിനെതിരെ മാർച്ച് 12-ന് ഡൽഹി പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി.
കയ്പമംഗലം കമ്പനിക്കടവിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി PA രാമദാസ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് BS ശക്തിധരൻ അധ്യക്ഷത വഹിച്ചു. PS ഷജിത്, NK സുരേഷ്, MB വിഷ്ണു എന്നിവർ സംസാരിച്ചു. TD സുബി, MP രാജൻ എന്നിവരാണ് പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടുകൊമ്പൻ വീണ്ടും എത്തി. കുണ്ടായി ഇരുമ്പ് പാലത്തിന് സമീപത്തെ പാടിയിലാണ് കാട്ടാനയെത്തി ഭീതി പരത്തിയത്. സംസ്ഥാനത്ത് ഇന്ന് 11 ജില്ലകളിൽ ചൂട് കൂടും. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. 1857 മാർച്ച് 8-ന് ന്യൂയോർക്കിലെ സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ ഇന്ന് വനിതാ ദിനം ആഘോഷിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.